ഹലോ ഗൈസ്, നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, Z5-നെ പിന്നെയും ആരോ പറ്റിച്ചു. പറ്റിക്കലുകൾ ഏറ്റുവാങ്ങാൻ Z5-ൻ്റെ സെർവർ ഇനിയും ബാക്കി എന്ന് പറയുന്ന പോലെ Z5-ൽ പുതിയതായിട്ടൊരു തമിഴ് വെബ് സീരീസ് റിലീസായിട്ടുണ്ട്. തടയം എന്നാണ് അതിൻ്റെ പേരിൻ്റെ അർത്ഥമൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ക്ലൂ എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. പക്ഷേ ഈ വെബ് സീരീസ് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ക്ലൂലെസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുന്ന കഥാപാത്രങ്ങളെയും പ്രേക്ഷകരെയുമാണ് ഇത് അവസാനിപ്പിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ ഈ പരിപ്പോട ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, കുറേ ത്രില്ലർ സിനിമകളുടെ അതും ഇതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് ഒരു ലക്കും ലഗാനും ഇല്ലാതെ ലോജിക്കില്ലാതെ പോകുന്ന ഒരു പരിപ്പുവട ത്രില്ലർ. പക്ഷേ ഇതിനെ ഞാൻ പരിപ്പുവട ത്രില്ലർ എന്ന് വിളിക്കില്ല, കാരണം ഇതിനകത്ത് പരിപ്പുവടയല്ല, ഇതിലേറ്റവും പ്രധാനം ബിസ്ക്കറ്റാണ്. ചായയിൽ മുക്കിയ ബിസ്ക്കറ്റ് പൊക്കിയെടുക്കുമ്പോൾ അത് തിരിച്ച് ചായയിലേക്ക് വീഴുമോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കുന്ന രണ്ട് പോലീസുകാരുടെ കരളലിയിപ്പിക്കുന്ന കഥയാണ് നമ്മൾ ഈ സിനിമയിൽ വെബ് സീരീസിൽ കാണുന്നത്. സമുദ്രകനിയും ശിവതയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതെന്ന് ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നവീൻ കുമാർ പളനിവേലാണ് ഇതിന്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. KK ആണ് DOP. ദിനേശ് കുമാർ എഡിറ്റ് ചെയ്തിരിക്കുന്നു. വിപിൻ ഭാസ്കറിന്റെ സംഗീതമാണ്. ഇതിൻ്റെ ട്രെയിലർ കട്ട് ചെയ്തവനെയാണ് എനിക്ക് കിട്ടേണ്ടത്. കാരണം 6 എപ്പിസോഡാണ്, 20-30 മിനിറ്റുകളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ 6 എപ്പിസോഡ്സ് ചേരുന്നതാണ് ഈ വെബ് സീരീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും നീളത്തിൻ്റെ ഇടയിൽ നിന്ന് കൊള്ളാവുന്നതെല്ലാം കൂടി ആഡ് ചെയ്ത് വെച്ച് ഒരു തരക്കേടില്ലാത്ത ട്രെയിലർ ഇവരുണ്ടാക്കി. ആ ട്രെയിലർ കണ്ടിട്ടുള്ള ആവേശത്തിലാണ് ഞാൻ ഈ വെബ് സീരീസ് കാണാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ ട്രെയിലറുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ കില്ലർ കഥ തന്നെ. ഒരു സീരിയൽ കില്ലർ പെട്ടെന്നുണ്ടാകുന്നു, 1-2 കൊലകൾ കുറച്ച് പോലീസുകാരോ നാട്ടുകാരോ ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. അതിനുശേഷം അതിലൊരു പ്രത്യേക അന്വേഷണം വരുന്നു. സിമിലർ ആയിട്ടുള്ള കൊലകൾ വേറെ നടന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായി പിന്നോട്ട് അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപാട് കൊലകൾ നടന്നിരിക്കുന്നു. ഈ കൊലകൾക്കെല്ലാം പിന്നിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ട് പോലീസുകാർ അന്വേഷിച്ചിറങ്ങുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ സീരിയൽ കില്ലറിൻ്റെ കരളലിയിപ്പിക്കുന്ന ഒരു ഭൂതകാല കഥയൊക്കെ ഉണ്ടാവുമല്ലോ, ആ കഥയും കൂടി വാരിയിടുന്നു. അത് കഴിയുമ്പോൾ ക്ലൈമാക്സ്. സത്യം പറയാലോ, വെബ് സീരീസ് തീർന്നപ്പോൾ പുല്ല് എന്തു ആടെ ഇത് എന്ന് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഒരു മേഖലയിലും മികവ് പുലർത്തിയിട്ടില്ലാത്ത, ഒരു തരത്തിലും എൻഗേജിങ് ആയി പോവാത്ത, തുടങ്ങിയല്ലോ ഇതൊന്ന് കണ്ടു തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കണ്ടു തീർത്ത, പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, വേറെ സിനിമകളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പടങ്ങളൊന്നും റിലീസിന് എത്തിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം എന്ന് ഞാൻ പറയില്ല, പക്ഷേ സമയത്തെ കളിയാക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിപ്പോയി. എന്തായാലും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതിൽ ചിലപ്പോൾ സ്പോയിലർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്പോയിലർ ഫ്രീ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത്ര നേരം നിങ്ങൾ കേട്ടതിൽ നിന്ന് എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഈ വെബ് സീരീസിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പാത്ര സൃഷ്ടിയെക്കുറിച്ചാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. സമുദ്രകനി അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. VRS ഒക്കെ എടുത്ത് പിരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം പുള്ളി ഭയങ്കര മിടുക്കനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. എല്ലാ കേസിലും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പ്രതിയെ തൂക്കിയെടുത്ത് മുന്നിലേക്ക് ഇടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൊടുക്കുന്ന തെളിവുകളെയും പ്രതികളെയൊക്കെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കേസ് തെളിയിച്ചതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയും പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് പോവുകയും ചെയ്യും. പുള്ളി തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയും ചെയ്യും. ആ സങ്കടത്തിൽ എല്ലാ ദിവസവും രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഈ പുള്ളിക്കാരൻ ഒപ്പിട്ടിട്ട് നേരെ ചായക്കടയിൽ പോയി ഒരു ചായ ഓർഡർ ചെയ്യും, ബിസ്ക്കറ്റ് വാങ്ങിക്കും. ബിസ്ക്കറ്റ് ചായയിൽ മുക്കി ബിസ്ക്കറ്റ് ചായക്കകത്തേക്ക് വീഴുമ്പോഴേക്കും പുള്ളീനെ ഓഫീസിലേക്ക് തിരിച്ചു വിളിക്കും. അവിടെ ചെല്ലുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളിയാക്കും. അപ്പോൾ പുള്ളി വീണ്ടും വന്ന് ഈ ചായ എന്ന് പറയുന്ന സാധനം ഇങ്ങേർക്ക് ഒരിക്കലും കുടിക്കാൻ പറ്റില്ല. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അങ്ങനെ പണിതിട്ടും പണിതീരാത്തൊരു പോലീസുകാരൻ എന്ന് പറയുന്നത് പോലെ സമുദ്രകനി ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേഷനിലേക്ക് ശിവത പുതിയൊരു പോലീസുകാരിയായിട്ട് ഈ സമുദ്രകനിയുടെ തൊട്ട് മുകളിലെ പോസ്റ്റിലേക്ക് അവിടെ ജോലിയിൽ വരികയാണ്. ശിവതയെ സംബന്ധിച്ച് ഈ കാക്കി യൂണിഫോം കണ്ട അപ്പം ക്ഷീണം തുടങ്ങുന്ന എന്തോ ഒരു മാനസികാവസ്ഥ പുള്ളിക്കാരി കണ്ടെന്ന് തോന്നുന്നു. യൂണിഫോമിനകത്ത് കയറുക അല്ലെങ്കിൽ തൊപ്പി അടുത്തിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ശിവതയ്ക്ക് അങ്ങ് വയ്യ. ഞാൻ എന്ത് ചെയ്യാനാ, എന്തിനാ എന്നോട് ഇങ്ങനെ അഭിനയിക്കാൻ പറയുന്നതെന്ന് പോലത്തെ ഒരു എക്സ്പ്രഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ അതേസമയം ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കാണുന്ന സമയത്ത് ശിവത ഫുൾ ഓൺ ആവുന്നുണ്ട്. നമ്മൾ മുൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു എനർജി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശിവത ഒരു മോശം ആർട്ടിസ്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിനകത്ത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. കല്യാണം ക്ഷണിക്കാൻ ഒക്കെ പോകുന്ന സമയത്ത് ശിവതയുടെ മുഖത്ത് ചിരിയൊക്കെ കാണുമ്പോൾ എവിടെയായിരുന്നു ഈ എനർജിയൊക്കെ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷേ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അങ്ങ് ക്ഷീണം. പിന്നെ ഈ സിനിമയിൽ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്നതൊന്നും ഇതിൻ്റെ ക്ലൈമാക്സിൽ വിടർന്നു വരുന്ന ട്വിസ്റ്റുകളൊന്നും അല്ല. ട്രെയിലറിൽ തന്നെയുള്ള വെബ് സീരീസിൻ്റെ ആദ്യത്തെ 1-2 എപ്പിസോഡിൽ അവർ തന്നെ നമ്മളെ കാണിച്ചു തുടങ്ങുന്ന കാര്യമാണ്. എല്ലാ സിനിമകളിലും സൈക്കോ കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ആളെ ചേസ് ചെയ്താൽ മതി. പക്ഷേ ഈ സിനിമയിൽ അത് വെറൈറ്റിയാണ്. ഡബിൾ പഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ 2 സൈക്കോകൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്. ചേട്ടൻ സൈക്കോയും അനിയൻ സൈക്കോയും. അവർ സൈക്കോകളാകാനെടുത്ത കാരണമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവരുടെ 2 പേരുടെയും പേരിൽ ഒരു കള്ളക്കേസ് ചാർജ് ചെയ്യുകയും ആ കള്ളക്കേസ് ഇവരെ ഏറ്റെടുക്കാത്ത പക്ഷം ഇവരുടെ കുടുംബത്തിലുള്ള, അതായത് ഇതിലൊരാളുടെ ഭാര്യ, പിന്നെ ഇവരുടെ അനിയത്തി, ഇവരൊക്കെ പോലീസുകാർ ദേഹോദ്രവം ഏൽപ്പിക്കുകയും റേപ്പ് ചെയ്യുകയും, ഈ ഭാര്യയുടെ ഗർഭം അലസി പോകുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു, ഈ അനിയത്തി മാനസിക രോഗിയാവുന്നു. ഇതിനൊക്കെ എതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ആക്ച്വലി കൊല ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ കൊല ചെയ്തു തുടങ്ങി സൈക്കോ ആയി മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഈ
പ്രതികാരം മറന്നുപോയി എന്ന് പറയുന്നൊരു ഒരു ധർമ്മസങ്കടം നിറഞ്ഞ അവസ്ഥയിലാണ് ഇവർ എത്തിച്ചേരുന്നത്. കാരണം ഇവർ കൊല്ലുകയാണെങ്കിൽ ആദ്യം കൊല്ലേണ്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ക്ലൈമാക്സ് വരെ അയാളെ കൊല്ലുന്നതിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ പ്രതികാരം ചെയ്ത് സൈക്കോ ആയി മാറി, സൈക്കോ ആയി കഴിഞ്ഞപ്പോൾ പ്രതികാരം മറന്നുപോയി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ വെബ് സീരീസിൽ കാണുക. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനും വിവരമില്ല. അതായത് നമ്മൾ ഈ വെബ് സീരീസ് തുടങ്ങുമ്പോൾ തൊട്ട് ഞങ്ങളാണ് സൈക്കോ കില്ലേഴ്സ്, ഞങ്ങളെ ആരും കണ്ടുപിടിക്കില്ലായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എക്സ്പ്രഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഇവർ നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല പഞ്ചിലിട്ട് പോകുന്നുണ്ട്, സ്ലോ മോഷനിലുണ്ട്. അതായത് നമ്മളിങ്ങനെ വെറുതെ ആൾക്കൂട്ടത്തിൽ രണ്ടുപേരും നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ നിപ്പിലെന്തോ കുഴപ്പമുണ്ടല്ലോ, നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത്, നീ ഇങ്ങനെ വന്നേ, എന്താ നിൻ്റെ പേര് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന അതേ ഭാവത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ പോലീസുകാരെ സംബന്ധിച്ച് പാവങ്ങളായിരിക്കും എന്നുള്ള രീതിയിൽ അവരതിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നാട് മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊലപാതകി നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഈ തലവഴി മുണ്ടൊക്കെ പുതച്ചിട്ട് ഇവന്മാരിങ്ങനെ വന്ന് നിൽക്കുക. ഇവരോട് മാത്രം പോലീസുകാർക്കും നാട്ടുകാർക്കും ഒന്നും ചോദിക്കാനില്ല. അയ്യോ കില്ലർ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ ഓടി നടക്കുക. അന്നേരമാണ് ഇവർ തലവഴി മുണ്ടൊക്കെ ഇട്ടിട്ട്, എന്നിട്ട് ഈ പോലീസുകാരിയുടെ അടുത്തുനിന്ന് ഇവർ മാറുമ്പോൾ മുണ്ടിങ്ങനെ അവൻ തലയിൽ നിന്ന് മാറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് പതപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇവർ നമ്മളെ കളിയാക്കുകയാണെന്ന് നമുക്ക് തോന്നും. എന്തായാലും ഈ ബുദ്ധിശൂന്യരായിട്ടുള്ള സൈക്കോ കില്ലേഴ്സിനേക്കാൾ വലിയ പരിതാപകരമായ അവസ്ഥയിൽ തുടരുന്നത് ഈ സിനിമയിലെ പോലീസുകാരാണ്. 72ഓളം കില്ലിംഗ് സംഭവിച്ചിട്ടും പുറകിലുള്ളത് ഒരേ ക്രിമിനൽസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആന്ധ്ര പോലീസിന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. തമിഴ്നാട് പോലീസ് ആന്ധ്രക്ക് പോകണോ തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന്, പിന്നെ സമുദ്രക്കനി നായകനായതുകൊണ്ട് ക്ലൂ ഒക്കെ പുള്ളീനെ അന്വേഷിച്ച് വരുന്ന പോലെ പുള്ളിക്ക് കുറച്ച് ക്ലൂ ഒക്കെ കിട്ടും. അങ്ങനെ ഈ ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് പോലും എന്തിനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നൊക്കെ ചോദിക്കുന്ന സമുദ്രക്കനിയെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ താലി കില്ലേഴ്സാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഗോവയിൽ പോയാൽ ഗോവൻ താലി, കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ താലി മീൽസ് എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്യുന്ന പോലെ ഇവർ താലി കില്ലേഴ്സാണ്. ഒരു വീട്ടിൽ ചെല്ലും, കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിലേ ഇവർ കയറുള്ളൂ. ഭാര്യനെയും കൊല്ലും, ഭർത്താവിനെയും കൊല്ലും, താലി ചെയിൻ അറുത്തെടുക്കും, ഭർത്താവിന് അരഞ്ഞാണുണ്ടെങ്കിൽ അതും എടുക്കും. ഇത് മാത്രം എടുത്തിട്ട് പോകുന്ന ഒരു പ്രത്യേക തരം കില്ലേഴ്സായിട്ട് ഇവർ മാറുകയാണ്. എൻ്റെ ഭാര്യയുടെ താലി ഒരു പോലീസുകാരൻ പറിച്ചു, അതുകൊണ്ട് നാട്ടിൽ ഒരു പെണ്ണിനെ ഞാൻ താലിയിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കില്ലേഴ്സായിട്ട് ഇവർ മാറുന്നു. പിന്നെ ഈ വെബ് സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വെബ് സീരീസ് തുടങ്ങുമ്പോഴേ കില്ലേഴ്സ് ആരാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവസാനത്തേക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഈ കില്ലേഴ്സ് തെക്കും വടക്കും നടക്കുന്നു. കില്ലേഴ്സിൻ്റെ മുമ്പിൽ കൂടി പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ആയിട്ട് നമ്മുടെ പോലീസുകാർ നടക്കുന്നു. ഏറ്റവും അവസാനം തത്തേ വിത്തേന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതും നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. കഴിഞ്ഞുപോയ ഇത്രയും മിനിറ്റുകൾ, മണിക്കൂറുകൾ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു പോകും. അങ്ങനെ നമ്മുടെ സമയത്തിൻ്റെ വില എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മികച്ച വെബ് സീരീസ് തന്നെയാണ് തടയം എന്ന് പറയുന്നത്. ഇതും കൊണ്ട് ചെന്നപ്പോൾ ZEE5 ആരും ഇതിനെ തടയും എന്ന് തീരുമാനിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. സിനിമയും വെബ് സീരീസും ഒക്കെ ഓരോ ആളുകൾക്കും വളരെ ഡിഫറൻ്റ് ആയിട്ടിരിക്കും. ഇതൊരു ഗംഭീര വെബ് സീരീസ് തന്നെ, ഇത്രയും നല്ലൊരു ത്രില്ലർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. എന്തായാലും ഈ വെബ് സീരീസ് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ZEE5 സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് കണ്ടു നോക്കാവുന്നതാണ്. ഇനി ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ശരിക്കും ആ ചായയിൽ ആ ബിസ്ക്കറ്റ് വീണിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ച് കമൻ്റ് ഇടരുത്. അതിന് ഇനിയൊരു എക്സ്പ്ലനേഷൻ ചെയ്യാൻ എനിക്ക് ശേഷിയില്ല എന്ന് ഓർമ്മിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.